ഇന്ന് നമ്മൾ CA ഫൗണ്ടേഷൻ്റെ ചാപ്റ്റർ 1 ഇന്ത്യൻ റെഗുലേറ്ററി ഫ്രെയിംവർക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്നുള്ള രീതിയിൽ എന്തിനാണ് നിയമം പഠിക്കുന്നത് അല്ലെങ്കിൽ ലോ പഠിക്കുന്നത്? നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ഫ്യൂച്ചറിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ലീഗൽ മാറ്റേഴ്സിലും പല ആളുകളുടെയും ഫസ്റ്റ് ലെവൽ കോൺടാക്ട് പേഴ്സൺ നിങ്ങളായിരിക്കും. അത് ചിലപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് ക്ലയൻസിൻ്റെ ആവാം. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു ക്ലയൻറ്റ് വന്ന് നിങ്ങളുടെ അടുത്ത് ചോദിക്കുവാണ്, ഞങ്ങൾ ഇങ്ങനെ ഒരു ടൈപ്പ് ഇൻഡസ്ട്രി തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിന് എന്തൊക്കെ റൂൾസ് ആപ്ലിക്കബിൾ ആണ്, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് രജിസ്ട്രേഷൻസ് ആണ് അതിനെടുക്കേണ്ടത്, അതിനെന്തൊക്കെ ചെയ്യണം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റണമെങ്കിൽ നിങ്ങൾക്ക് ആ നിയമങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനുവേണ്ടിയാണ് നിങ്ങൾ ലോ പഠിക്കുന്നത്. ഇനി നമുക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്കൊക്കെ? അത് നമ്മുടെ റെഗുലേറ്ററി ഫ്രെയിംവർക്കിൽ എന്താ സംഭവിക്കുന്നത്? അതിലൊരു യൂണിഫോം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. യൂണിഫോം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ, അത് നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും മറ്റൊരാളാണെങ്കിലും എല്ലാവർക്കും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒരുപോലെ ആയിരിക്കും. അതെന്തിനു വേണ്ടിയാണ്? നമ്മൾ ആളുകൾ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻസിൽ, അത് പേഴ്സണൽ ഇൻറ്ററാക്ഷൻ ആണെങ്കിലും ബിസിനസ് റിലേഷൻസ് ആണെങ്കിലും അതിൽ ആളുകൾ ഒരു നല്ല രീതിയിലുള്ള കണ്ടക്ട് മെയിൻറ്റെയിൻ ചെയ്യാനും അങ്ങനെ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും വരാതെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ വേണ്ടി, അതിനുവേണ്ടിയാണ് നമ്മൾ എപ്പോഴും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോം ചെയ്യുന്നതും അല്ലെങ്കിൽ ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതും. ഇനി നമുക്ക് ലോയുടെ ഹിസ്റ്ററിയിലോട്ടൊന്ന് പോയി നോക്കാം, എങ്ങനെയാണ് ലോ ഉണ്ടായത് എന്നുള്ളത്. അപ്പോൾ നേരത്തെയൊക്കെ പണ്ടത്തെ കാലത്ത് നിങ്ങൾ വായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഹണ്ടർ ഗ്യാതേർഡ് സൊസൈറ്റി ആയിരുന്നു. മൃഗങ്ങളെ വേട്ടയാടിയൊക്കെയാണ് നമ്മുടെ പൂർവികന്മാർ ജീവിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ അവരുടെ ഉപജീവനത്തിനായിട്ട് അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തു, അങ്ങനെ കൃഷി ചെയ്ത് ജീവിച്ചു. അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ കൃഷി മാറി അത് ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലേക്ക് വന്നു. നമ്മൾ പല പല ഇൻഡസ്ട്രീസ് സ്റ്റാർട്ട് ചെയ്തു. ഇത് ഏത് രീതിയിലാണെങ്കിലും നമ്മുടെ ഈ ജേണിയിലെല്ലാം നമ്മൾക്ക് പല പല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ നിയമങ്ങൾ ആവശ്യമായി വന്നു. ഇപ്പോൾ നിങ്ങൾ സിനിമയിലൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, കാടിന് കാടിൻ്റെ നിയമം, നാടിന് നാടിൻ്റെ നിയമം. അപ്പോൾ എവിടെയാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള നിയമങ്ങൾ നമുക്ക് ആവശ്യമായി വരുന്നുണ്ട്, അല്ലെങ്കിൽ അത് പാലിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ കോഡ് ഓഫ് ഹമ്മുറാബി എന്ന് കേട്ടിട്ടുണ്ടോ? കോഡ് ഓഫ് ഹമ്മുറാബിയാണ് റിട്ടൺ ഫോമിലുള്ള ഓൾഡസ്റ്റ് ലോ. അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഇനി കോഡ് ഓഫ് ഹമ്മുറാബി എന്താണ്? ഇതാണ് കോഡ് ഓഫ് ഹമ്മുറാബി. ഹമ്മുറാബി എന്ന് പറഞ്ഞൊരു രാജാവ്, അദ്ദേഹം ബാബിലോൺ ഭരിച്ചിരുന്ന രാജാവാണ്. 1792 to 1758 BCയിൽ ഭരിച്ചിരുന്നതാണ്. അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് സിറ്റിയുടെ പല പല ഭാഗങ്ങളിലായിട്ട് വലിയ വലിയ സ്റ്റോൺസിൽ, വലിയ വലിയ കല്ലുകളിൽ പല പല നിയമങ്ങൾ കൊത്തിവെച്ചിട്ട്, ഇപ്പോൾ ഞാൻ കാണിച്ച പോലെ പല പല നിയമങ്ങൾ കൊത്തിവെച്ച് സിറ്റിയുടെ പല ഭാഗത്തായിട്ട് പ്ലേസ് ചെയ്തു. ഇനി വെറുതെ കൊണ്ട് പ്ലേസ് ചെയ്തതല്ല, അത് ആളുകൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം, അങ്ങനെ ഒരു നിയമമുണ്ട്, അല്ലെങ്കിൽ അത് തെറ്റിച്ചാൽ ഇങ്ങനെ ഇങ്ങനെ ശിക്ഷയുണ്ട് എന്നുള്ള രീതിയിൽ ആളുകൾ മനസ്സിലാക്കാനും അതനുസരിച്ച് ആളുകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും ജീവിക്കാനും വേണ്ടിയാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെ കൊണ്ട് സ്റ്റോൺസിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊത്തിവെച്ചിട്ട് പോകുമല്ല അദ്ദേഹം ചെയ്തത്. അത് ആളുകൾ കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ജഡ്ജസിനെയും അപ്പോയിൻ്റ് ചെയ്തു. ഇനി നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരാം. 450 BC ആയ സമയത്ത് കുറച്ച് നിയമങ്ങൾ, റോമിൽ കുറച്ച് നിയമങ്ങൾ 12 ബ്രോൺസ് സ്റ്റാബ്ലറ്റ്സിൽ കൊത്തിവെച്ചിട്ട് അത് രാജ്യത്തിൻ്റെ പല ഭാഗത്തായിട്ട് പ്ലേസ് ചെയ്തു. അതിനെ നമ്മൾ 12 ടേബിൾസ് എന്നാണ് അറിയപ്പെടുന്നത്. അതും ഇതുപോലെ തന്നെ എന്തിനു വേണ്ടിയാണ്? രാജ്യത്ത് ക്രമസമാധാനം നിലനിൽക്കാനും അല്ലെങ്കിൽ നല്ല രീതിയിൽ ആളുകൾ ഡീൽ ചെയ്യാനൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ പബ്ലിക്കിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്യുക, പബ്ലിക്കിൻ്റെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുക, അവരുടെ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുകയാണെങ്കിൽ, അതായത് ഇന്ന നിയമങ്ങളുണ്ട്, ആ നിയമം ലംഘിച്ച് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അവർക്ക് ഇന്ന ശിക്ഷയുണ്ട് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം എഴുതി വച്ചിരുന്നത്. ഇതാണ് 12 ടേബിൾസ്. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്, കാണിച്ചു തരുന്നതാണ്. ഇതൊന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, ലോസ് ഓഫ് ഇഞ്ചുറി അല്ലെങ്കിൽ പബ്ലിക് ലോ, അല്ലെങ്കിൽ ഫ്യൂണറൽ റൈറ്റ്സ്, ലാൻഡ് റൈറ്റ്സ്, അങ്ങനെ ഓരോന്ന് അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നിയമങ്ങൾ തെറ്റിച്ചാൽ അതിന് ഇന്ന ശിക്ഷയാണ്, അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചു, അത് ആളുകൾ പാലിക്കാൻ വേണ്ടിയിട്ട്. ഇനി
നമ്മളിപ്പം പുറത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഇന്ത്യയിലോട്ട് വരാം. 1935 ഇന്ത്യയിൽ ഫസ്റ്റ് ആക്ട് നിലവിൽ വന്നത്. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ്. അത് ഇന്ത്യയിൽ നിലവിൽ വന്നെങ്കിലും നമ്മളുടെ ഇന്ത്യൻ ഗവൺമെൻറ് അല്ല അത് പാസ്സാക്കിയത്. പാർലമെൻറ്റ് ഓഫ് യുണൈറ്റഡ് കിങ്ഡം ആണ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പാസ്സാക്കിയത്. കാരണം ആ സമയത്ത് നമ്മളെല്ലാം ഇന്ത്യ ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ ഈ ആക്ട് വന്നപ്പോഴത്തേക്കും എന്തായി, നേരത്തെ നമ്മുടെ യൂണിറ്ററി ഗവൺമെൻറ് ആയിരുന്നത് ഒരു ഫെഡറൽ സിസ്റ്റത്തിലേക്ക് മാറി. യൂണിറ്ററി എന്ന് പറഞ്ഞാൽ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്കറിയാം, സിംഗിൾ. ഫെഡറൽ മീൻസ് സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തു, രണ്ടായി. സ്റ്റേറ്റ് ഗവൺമെൻറ് വേറെ, സെൻട്രൽ ഗവൺമെൻറ് വേറെ. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അതിൻ്റേതായ കുറച്ച് പവേഴ്സ് കൊടുത്തു, സെൻട്രൽ ഗവൺമെൻറ്റിന് അതിൻ്റേതായ കുറച്ച് പവേഴ്സ് കൊടുത്തു. പവേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. എന്തിനു വേണ്ടിയാണ്? ഒരു തർക്കങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതിരിക്കാൻ. അപ്പോൾ ഓരോരുത്തർക്ക് സെപ്പറേറ്റ് ആയിട്ട് അവരവരുടെ പവേഴ്സ് കൊടുക്കുകയാണെങ്കിൽ അവർക്കും അറിയാമല്ലോ, ഓക്കെ ഇന്ന ഇന്ന മാറ്റേഴ്സിലാണ് എനിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നത്, ഇന്ന ഇന്ന കാര്യങ്ങളിലാണ് എൻ്റെ ഔട്ട് ഓഫ് കൺട്രോളാണ്, അപ്പോൾ ആ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാനില്ല, അത് ഇന്ന ആളുകളാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ പറഞ്ഞു ഫെഡറൽ സിസ്റ്റത്തിലേക്ക് നമ്മുടെ ഗവൺമെൻറ് മാറി. അപ്പോൾ ഫെഡറൽ സിസ്റ്റത്തിലേക്ക് മാറിയത് കൊണ്ട് തന്നെ അതിൻ്റെ ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്യാനും എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വന്നാൽ അതിന് ഒരു ഫെഡറൽ കോർട്ട് 1937 എസ്റ്റാബ്ലിഷ് ചെയ്തു. ഈ ഫെഡറൽ കോർട്ട് ഏകദേശം ഒരു 12 ഇയേഴ്സോളം പ്രവർത്തിച്ചു. അപ്രോക്സിമേറ്റ്ലി ഒരു 151 കേസും ഈ കോർട്ട് ഹാൻഡിൽ ചെയ്തു. അതിനുശേഷം 1950 നമ്മുടെ അപ്പെക്സ് കോർട്ടായ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ നിലവിൽ വന്നു. ആ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഈ ഫെഡറൽ കോർട്ടിനെ റീപ്ലേസ് ചെയ്തു. സോ അതിനുശേഷം 1950 ശേഷം നമ്മുടെ അപ്പെക്സ് കോർട്ടായിട്ട് ഏതാണുള്ളത്? സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആണ് ഉള്ളത്. ഇനി നമ്മൾക്ക് നമ്മുടേതായ ഒരു ഭരണഘടന വന്നത് 1950 ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു 1935 നമ്മളെല്ലാം ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിനെ മാറ്റി ചേഞ്ച് ചെയ്ത് അമെൻഡൊക്കെ ചെയ്ത് നമ്മളുടേതായ ഒരു ഭരണഘടന നിലവിൽ വന്നത് 1950 ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പരമോന്നത നിയമസംഹിത, നിയമമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് ദ ഫോർമോസ്റ്റ് ലോ ദാറ്റ് ഡീൽസ് വിത്ത് ദ ഫ്രെയിംവർക്ക് വിത്തിൻ വിച്ച് അവർ ഡെമോക്രാറ്റിക് സിസ്റ്റം വർക്ക്സ്. നമ്മുടെ ഡെമോക്രാറ്റിക് സിസ്റ്റം ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണോ പറഞ്ഞേക്കുന്നത് അതിൻ്റെ ബേസിസിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന, ആ നിയമങ്ങളുടെ ബേസിസിലാണ്. ഇനി ഇതെന്തിനു വേണ്ടിയാണ് ഉള്ളത്? ആളുകൾ ഈ നിയമം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത്, ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞേക്കുന്ന റൂൾസ് ആളുകൾ പാലിക്കണം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയും വെൽഫെയറിന് വേണ്ടിയും പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജനങ്ങൾ നന്നായി പോകാൻ വേണ്ടിയൊക്കെയാണ്. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾസോ പ്രൊവൈഡ്സ് ഫോർ ആൻഡ് പ്രൊട്ടക്ട്സ് സർട്ടൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് സിറ്റിസൺസ്. നമ്മളുടെ ആളുകൾക്ക്, നമ്മുടെ രാജ്യത്തെ ജീവിക്കുന്ന ആളുകൾക്ക് ചില ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പ് നൽകുന്നുണ്ട്. റൈറ്റ് ഓഫ് ഇക്വാലിറ്റി, അങ്ങനെ കുറച്ച് റൈറ്റ്സ് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് റൈറ്റ്സ് കൊടുക്കുന്നത് പോലെ തന്നെ ഇറ്റ് ലേയ്സ് ഡൗൺ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആസ് വെൽ ആസ് ദ പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഗവൺമെൻറ്, ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് എന്തൊക്കെ ഡ്യൂട്ടീസ് ഉണ്ട്, എന്തൊക്കെ പവേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിന് ഇന്ന ഇന്ന കാര്യങ്ങളാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ് റിലേറ്റ് ചെയ്യുന്നത് ഇന്ന ഇന്ന കാര്യങ്ങളാണ്. ഇനി നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ചില മാറ്റേഴ്സിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് നിയമം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതിൽ ഡിസിഷൻസ് എടുക്കാനോ അധികാരമുണ്ട്. ചില മാറ്റേഴ്സിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് റൈറ്റ് ഉണ്ട്. ചിലത് രണ്ടുപേരും കൂടെ ജോയിൻ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഇൻകം ടാക്സ് ഒരു സെൻട്രൽ സബ്ജക്റ്റാണ്. ഇൻകം ടാക്സിന് റിലേറ്റ് ചെയ്യുന്ന ഡിസിഷൻസ് എടുക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഇൻകം ടാക്സിൻ്റെ പരിധി ഉയർത്തുന്നതോ അല്ലെങ്കിൽ പരിധി താത്തുന്നതോ, ഇൻകം ടാക്സിൻ്റെ സ്ലാബ് ഡിഫറൻസ് വരുത്തുന്നത്, അതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഇനി നമ്മുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി ലെവി ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിനും അതിലധികാരമുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഉണ്ട്. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പരിധിയിൽ വരുന്നു, ചില കാര്യങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പരിധിയിൽ വരുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ
നമ്മൾക്കിതിൻ്റെ ബാക്കി പോർഷൻസ് കവർ ചെയ്യാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ ആൻഡ് ഓൾ ദ ബെസ്റ്റ്.